കേരളം. പകലും രാത്രിയും ഈ നാട്ടിൽ ചൂട് കൂടുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജോലി സമയം വരെ ക്രമീകരിച്ച് ഉത്തരവിറങ്ങി. തിളച്ചു മറിഞ്ഞു വരുന്ന ഈ ഉഷ്ണകാലത്താണ് പതിവ് പോലെ കേരളത്തിലെ ഉത്സവങ്ങളും പൂരങ്ങളും നടക്കുന്നത്. അതെല്ലാം കൊഴുപ്പിക്കാൻ ആനകളെ അണിനിരത്താനുള്ള മത്സരത്തിലാണ് ആഘോഷ കമ്മിറ്റികളും ആനപ്രേമികളും. ആ സമയത്ത് അവസരം മുതലാക്കി നാട്ടാന പരിപാലനത്തിന്റെ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്നു ആനയുടമകളും ഏജന്റുമാരും. ആനകളോടുള്ള എല്ലാ ക്രൂരതകളും ആചാരത്തിന്റെ പേരിൽ വിശുദ്ധവൽക്കരിക്കപ്പെട്ട നാട്ടിൽ മതം പൊട്ടി നിൽക്കുന്ന ആനപ്രേമികളോട് ഇത് ഉത്സവകാലം മാത്രമല്ല എന്നും ഉഷ്ണകാലം കൂടിയാണെന്നും ആരാണ് പറയുക? ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണങ്ങൾ സ്റ്റേ ചെയ്തത് ഉത്സവങ്ങൾ തടസ്സപ്പെടാതിരിക്കാനാണെന്ന് സുപ്രീം കോടതി തന്നെ പറയുന്ന നാട്ടിൽ പകൽ സമയത്തെങ്കിലും ആനകളെ എഴുന്നള്ളിക്കുന്നത് നിരോധിക്കണമെന്ന് സർക്കാരോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ പറയുമോ? പൊട്ടിത്തെറിക്കാൻ പാകത്തിലുള്ളതാണ് ആനകൾ നിറഞ്ഞ ഉത്സവ പറമ്പുകൾ. ചൂടും താങ്ങാനാവാത്ത വെളിച്ചവും പടക്കമടക്കമുള്ളവയുടെ ശബ്ദവും വിശ്രമമില്ലാത്ത എഴുന്നള്ളിപ്പുമെല്ലാമാണ് ആ പൊട്ടിത്തെറിക്ക് തിരികൊളുത്തുന്നത്. നാട്ടാന പരിപാലന ചട്ടങ്ങൾ എന്ന പേരിലുണ്ടാക്കിയ നിയമത്തിന്റെ നിയന്ത്രണങ്ങൾ പോലും ആനയെ എങ്ങനെ പരമാവധി ലളിതമായി പീഡിപ്പിക്കാമെന്ന് പറയുന്ന നാട്ടിൽ കൊയിലാണ്ടിയിൽ ആന ഇടഞ്ഞുണ്ടായ 3 മരണത്തിന്റെ ഉത്തരവാദി ശരിക്കും ആരാണ്? ഉത്സവ കമ്മിറ്റിക്കാരും നാട്ടുകാരുമോ? അതോ മരണം വരെ പീഡനങ്ങൾ സഹിക്കാൻ വിധിക്കപ്പെട്ട നാട്ടാനകളോ? കാട്ടിൽ വെച്ച് കാട്ടാന ഒരാളെ ചവിട്ടിക്കൊന്നാൽ പോലും നാടടച്ച് പ്രതിഷേധിക്കുന്ന മലയാളികൾക്ക് ഇതിലൊന്നും പറയാനില്ലേ? ഒരു സമരവും ചെയ്യാനില്ലേ?